ശ്രുതി താഴ്ത്തി കേരളം. തെന്നിന്ത്യയുടെ ഭാവഗായകന് വിട ചൊല്ലുകയാണ് നാട്. തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിലും സംഗീത നാടക അക്കാദമിയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. നാളെ ഉച്ചയ്ക്ക് എറണാകുളം ചേന്നമംഗലത്താണ് സംസ്കാരം. മഞ്ഞലയിൽ മുങ്ങിയ പ്രഭാതത്തിൽ തൃശൂരിലെ അമല ആശുപത്രിയിൽ നിന്നും പി ജയചന്ദ്രൻ പൂങ്കുന്നത്തെ വീട്ടിലെത്തി. പതിവിൽ കൂടുതൽ ആളുകൾ കാത്തിരുന്നിരുന്നു. പ്രിയപ്പെട്ട പാട്ടുകാരൻ ബാക്കിവെച്ച അനശ്വരമായ ഗാനങ്ങളുടെ ഓർമ്മകൾ നെഞ്ചേറ്റി. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കുകൂടി കണ്ടു. അദ്ദേഹം എപ്പോഴും ഏട്ടാന്ന് വിളിക്കൂ, ഞാൻ അങ്ങോട്ടും അതെ. അത്രയ്ക്കും സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ സ്നേഹബന്ധം പറയാനില്ല. അതായത് മനസ്സ് അത്രയ്ക്കും ഒരുപാട്. പലരും വിതുമ്പി. ജയചന്ദ്രൻ അവർക്ക് ഗായകൻ മാത്രം ആയിരുന്നില്ലല്ലോ. പ്രണയത്തിലും വിരഹത്തിലും ഉന്മാദത്തിലും അവർക്ക് കൂട്ടായിരുന്നവനെ അവസാനമായി കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. കാരണം പഴയ തകർന്ന ജന്മകുടുംബത്തിൽ ജനിച്ചവരാണ്. ഞങ്ങളുടെ സ്വഭാവത്തിൽ അതിൻ്റെ ദോഷങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന, എതിർക്കുന്ന സ്വഭാവമുള്ളവരാണ്. 10:30 തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന പൊതുദർശനത്തിൽ സിനിമാ സംഗീത രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. പേടി കാരണം സംസാരിച്ചില്ല, എന്നും ആരാധനയോടുകൂടി നോക്കിയിട്ടുള്ളൂ. എപ്പോഴും ചിരിച്ചൊരു ഫേസാണ്. നമുക്ക് സാധാരണക്കാരായിട്ട് തന്നെയാണ് അദ്ദേഹം എല്ലാവരുടെ അടുത്തും പെരുമാറാറുള്ളത്. വീണ്ടും പൂങ്കുന്നത്തെ വീട്ടിലേക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ നടൻ മമ്മൂട്ടി എത്തി. നടന്മാരായ ബിജു മേനോൻ, മനോജ് കെ ജയൻ, സിനിമാ പ്രവർത്തകരായ എം കമൽ, സത്യനന്ദിക്കാട്, സിബി മലയിൽ, സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ തുടങ്ങി നിരവധി പേർ വീട്ടിലും തിയേറ്ററിലുമായി എത്തി. തൃശ്ശൂർക്കാരുടെ ജയേട്ടന്റെ സ്വന്തമായിട്ടുള്ള എഴുത്തുകാരും അതിന് ഗാനം പകർന്നവരുമൊക്കെ ലോകശ്രദ്ധയിലേക്ക് മലയാളത്തെ കൊണ്ടുപോയി. ജയചന്ദ്രനൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ചു ഗായകൻ MG ശ്രീകുമാർ. ജയേട്ടൻ എന്തുകൊണ്ടൊരു ഭാഗ്യവാനാണ്. കാരണം അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികൾ ഏറ്റു പാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും 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 ജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മലയാളി ഉള്ളിടത്തോളം കാലം പ്രിയപ്പെട്ട പാട്ടുകാരന് മരണമില്ലെന്ന് വിളിച്ചു പറയുകയാണ് ഒഴുകിയെത്തുന്ന മനുഷ്യർ. ഏകാന്തതയിൽ നിരവധി പേർക്ക് കൂട്ടായ ആ പാട്ടുകാരൻ ഏകനായി യാത്രക്കൊരുങ്ങുകയാണ്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.